ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ആത്തച്ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ പിടിച്ച ആത്തച്ചക്കയാണ്, മുള്ളാത്ത. അപ്പോൾ ഇത് വെച്ച് ഇന്ന് ഒരു തീയൽ വെക്കാനാണ് ഞാനിവിടെ പോകുന്നത്. അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പിച്ചി എടുത്തതാണ്. ഇത് കണ്ടത് കോഴിക്കുഞ്ഞിരിക്കുന്ന പോലൊരു ഫീലിങ്സ് ഇല്ല, എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിത് വെച്ച് ഒരു തീയൽ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തിരുകി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ആദ്യം അതിലേക്ക് മസാലയുടെ, എൻ്റെ പേരറിയില്ല കേട്ടോ, മറന്നുപോയി, മസാല സ്റ്റിക്കും, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കൊച്ചുള്ളി ഇങ്ങനെ ഇടലും, അത് ചെറുതായിട്ട് അരിഞ്ഞ് വേണമില്ല, അതും കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് വറുത്തെടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ് ഈ ചക്ക. തീയൽ വയ്ക്കുക, ഇത് പഴുപ്പിച്ചും തിന്നും, എല്ലാം ഏറ്റവും നല്ല ഗുണമുള്ള ഒരു ചക്കയാണ്. അപ്പോൾ അത് ഇവിടെ മൂപ്പിക്കാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ നല്ലപോലെ കുറേ നേരം ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ അത് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടിത് ഇപ്പോഴത്തേക്കും ഇത് മൂത്ത് വരാറായി. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടണം. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇടുന്നത്. കാരണം എരിവ് ഇവിടെ ആർക്കും അധികം ഇഷ്ടമല്ല, അതുകൊണ്ട്. പിന്നെ ഒരു തേങ്ങയല്ലേ ഉള്ളൂ, അപ്പം അത്രയും മതി, അത് തന്നെ ധാരാളം. അപ്പോൾ അത് ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്യാസിൽ വെച്ച് ഒന്നുകൂടെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതും ഒന്ന് ചെയ്തിട്ട് നമുക്ക് അരപ്പ് മാറ്റി വയ്ക്കാം. കാരണം അത് തണുത്തിട്ട് വേണം നമുക്ക് അത് അരയ്ക്കേണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്ക മുള്ളാത്ത എടുത്ത് നമുക്കത് വൃത്തിയാക്കി അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുള്ളാത്ത എടുത്ത് കട്ട് ചെയ്യാം. ഇതുണ്ട്, ശരിക്കും ഒരു കിളി, കോഴിക്കുഞ്ഞ് അതൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. കണ്ടാൽ ഉറുമ്പഴയുന്നതിൻ്റെ പുറത്തൂടെ എല്ലാം. അപ്പോൾ അത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു കുരുവുണ്ട്, ആ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയായിട്ട് കട്ട് ചെയ്തേക്കുക. കുറച്ച് കൊച്ചുള്ളി വേണം, കൂടുതൽ കൊച്ചുള്ളി വേണം. പിന്നെ ഞാനിത് പച്ചമുളക് ഇടാൻ മറന്നുപോയി. അപ്പം ഇത് ചക്ക അരിഞ്ഞ് വെച്ചു, കൊച്ചുള്ളി. അപ്പോൾ ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട ശേഷം നമ്മൾ കൊച്ചുള്ളി അതിലേക്കിട്ട് വഴറ്റണം. കൊച്ചുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോട്ടൊക്കെ തട്ടിയാലും മതി. ചക്കയും കൂടെ അതിൻ്റെ അകത്തോട്ടങ്ങ് ഇടുക. ചക്ക പെട്ടെന്ന് വേവേ. അപ്പോൾ ഈ ചക്കയും പിന്നെ നമ്മുടെ കൊച്ചുള്ളിയും കൂടെ നന്നായി വെന്ത് കുറച്ച് ഉപ്പും കൂടെ ഇടണം. വഴറ്റിയെടുത്ത ശേഷം നല്ലപോലെ അത് വെന്ത് വരണം. വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ അത് ചക്കയെല്ലാം വെന്തു. ഇനി തക്കാളി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ തക്കാളി വെട്ടി, ഇനി തക്കാളി അതും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോൾ നമ്മൾ തണുക്കാൻ മാറ്റി വെച്ച തേങ്ങ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കലക്കി കറിവേപ്പിലയും ഇട്ടും ഇത് തിളച്ച് കഴിഞ്ഞ് കറി റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കറി റെഡിയായി. ഈ ചക്ക ഉണ്ടോ, നല്ലപോലെ വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ.